ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ നൈറ്റാട്ടാ. അതും നമുക്ക് ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട. അതും നമ്മളിവിടെ അവിൽ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. ക്ലാസ് കഴിഞ്ഞ് വരുന്ന മക്കൾക്കൊക്കെ നമുക്ക് ഞൊടിയിടയിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റം. ഒരുപാട് എക്സ്പെൻസ് ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 250 ml കപ്പിൽ 1.5 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് അവിലാണ്. കുറച്ച് തിന്നായിട്ടുള്ള അവിലും കൂടെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിന് ഏത് അവിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അവിലൊന്ന് കുതിർക്കാനായിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ വെള്ളം ഒഴിച്ച് നമ്മുടെ അവിലൊന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ ഇതാ നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള അവിൽ നല്ലപോലെ കുതിർന്ന് ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ, അതിനോടൊപ്പം തന്നെ 1/2 കപ്പ് വറുത്ത അരിപ്പൊടി, ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് കുരുമുളകൊന്ന് ചതക്കി എടുത്തിട്ടുള്ളതാട്ടോ. ഞാനത് ഇടിക്കല്ലിലാണ് ചതക്കി എടുത്തിട്ടുള്ളത്. ഇതാ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവോള നല്ല പോലെ ഒന്ന് ഞെരടിയെടുക്കാം. എല്ലാം കൂടെ നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി നല്ല പോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളി. ഇനി നമുക്കിത് കൈ വെച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഉള്ളിയുടെ വെള്ളമൊക്കെ നല്ല പോലെ ഇറങ്ങി കിട്ടണം നമുക്ക്. ഇനി ഇതിലേക്ക് ഒരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാ നമ്മൾ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ. നമ്മൾ പച്ചമുളക് എരിവില്ലാത്തത് കൊണ്ട് വളരെ കുറച്ച്, ഇനിയിപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. സ്പൂണും തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ അങ്ങ് ഉരുട്ടി കണ്ടില്ലേ, നടുവിലൊരു ഹോള് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അടുത്തതും നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ കൈ ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് ഇതേപോലെ അങ്ങ് ഉരുട്ടിയെടുക്കുക. കണ്ടില്ലേ, എന്നിട്ട് ഈ തള്ളവിരൽ വെച്ച് നമുക്കിതൊന്ന് ഒരു ഹോള് പോലെ ഇട്ട് കൊടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് റെഡിയായതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് സോസ് കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആട്ടോ. നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ നമ്മൾ അവിൽ വെച്ചിട്ടുള്ള ഉള്ളിവട നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തട്ടുകട സ്റ്റൈലിലാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം. പിള്ളേർ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് റെഡിയാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.